വിവാദങ്ങൾക്ക് ശേഷം കെ റഫീഖ് മമ്മൂക്കയെ നേരിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം റഫീഖ് തന്റെ FBയിൽ പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്: മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് തിരക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലോസരമാകരുതെന്ന നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടത്. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കൺസേൺ ആണ് മമ്മൂട്ടി എന്നോട് പങ്കുവച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ നമ്മൾ അവിടെ ഉണ്ടെങ്കിലും സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മുടെ എല്ലാം രീതിയാണ്. എന്നാൽ അത് മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ശ്രീ മമ്മൂട്ടി എന്നെ നേരിൽ വിളിക്കുകയും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ശ്രീ മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ എനിക്കെതിരായി ചില മാധ്യമങ്ങളും വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരുടെയെല്ലാം ഉദ്ദേശശുദ്ധിയുമായിരിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തിന് മുഴുവൻ മാതൃകയാവുന്ന ഇടപെടലിന്റെ തിളക്കം കുറിക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്നാണ് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. മലയാളിയുടെ പ്രിയപ്പെട്ട നടനായി എല്ലാവർക്കും നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ശ്രീ മമ്മൂട്ടി നമ്മുടെ ടൗൺഷിപ്പിൽ എത്തിയത് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടട്ടെ. എല്ലാ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടി മഹാനായ മലയാളിയാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നേരിൽ തന്നെ എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വലുപ്പത്തിൽ എല്ലാവർക്കും ഈ വിഷയം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നുമാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ദുരന്തം ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം? കെ റഫീഖ്. വിവാദങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ കെ റഫീഖിനെ നേരിൽ വിളിക്കുകയും കൺസേൺ വ്യക്തമാക്കുകയും അതിനുശേഷം ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചതാണ് ഇപ്പോൾ വായിച്ചത്. മമ്മൂട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ റഫീഖ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ലാസ്റ്റത്തെ ഒരു വരി: ദുരന്ത ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് വളരെ ശരിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെ വിലപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം? വളരെ ശരിയല്ലേ റഫീഖ് പറഞ്ഞത്? ഈ റഫീഖ് പറഞ്ഞതിലുള്ള അവസാനത്തെ ഈ വരിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ശരിക്കും ഉൾക്കൊള്ളേണ്ടത്. തർക്കങ്ങളും പരിഭവങ്ങളും മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. കാരണം കുടുംബം നഷ്ടമായിട്ടുള്ള സഹോദരിയെ, അമ്മയെ, അച്ഛനെ, മോനെ, ഭാര്യയെ, എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് 1-2 കുടുംബങ്ങളല്ല, എത്രയും പ്രിയപ്പെട്ടവരുടെ ഒരു രാത്രി കൊണ്ട് എത്രയോ സ്വപ്നങ്ങളാണ് ഇല്ലാതായത്. അപ്പൊ അതെല്ലാം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമ്മൾ തർക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തിയില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിക്കായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്ന് സ്നേഹത്തോടെ ഞാനും പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മമ്മൂട്ടിയെ കുറിച്ച് മമ്മൂട്ടിയുടെ അയൽവാസികൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ ന്യൂസ് 80 മമ്മൂട്ടിയുടെ അയൽവാസി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് വിളിക്കാനുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മമ്മൂട്ടിയുടെ അയൽവാസി വിളിച്ച കോൾ സന്ദേശം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ജനങ്ങളുടെ ഒരു ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുന്ന ആളുകളാണ്. പക്ഷെ അതുപോലെയല്ല ഇപ്പൊ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോഴത്തേക്കാണ് ഇവർക്ക് ജനങ്ങളോട് സ്നേഹവും ഇതൊക്കെ തോന്നാറുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് പുച്ഛമാണ് ജനങ്ങളെ കാണുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി വളരെ സൂപ്പറാണ്. പക്ഷെ മമ്മൂട്ടി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള ഇതിൽ വെറും ഇതാണ്. കാരണം പുള്ളി ഇത്രയും താഴ്ന്ന ഒരു മനുഷ്യൻ ഉണ്ടാവൂല. കാരണം അതുപോലത്തെ പെരുമാറ്റമൊക്കെ പുള്ളിയുടെ ഞാൻ ഇന്നാള് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് എന്റെ തെളിവ് വരെ ഉണ്ട്, ഒഴുക്കിയിട്ട് ഞങ്ങൾ വന്ന് പ്രതിഷേധിച്ചാണ് അവിടെ. ഞാൻ മീഡിയയിലൊന്നും കൊടുത്തില്ല അത്. അവിടെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ഈ കക്കൂസ് മാലിന്യം കംപ്ലീറ്റ് ചെയ്ത് അതുപോലത്തെ ഇത്ര വൃത്തിയുടെ പരിപാടി ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവൂല ഈ മമ്മൂട്ടിനെ പോലെ. മറ്റു നടന്മാരൊന്നുമല്ല. നടന്മാര് പൊതുവെ പറയുമ്പോഴത്തേക്കും ജനങ്ങളായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നുമല്ല. ജനങ്ങള് എല്ലാം ഇവരെ സിനിമ കാണുന്നു, എല്ലാം കാണുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് മീഡിയ ഒക്കെ വേണം. ജനങ്ങളോട് എന്തോ സ്നേഹമോ സഹഭാവമോ തോന്നണമെങ്കിൽ. ശ്രീ രാധാകൃഷ്ണൻ വൈദ്യര് മമ്മൂട്ടിക്ക് സമീപത്താണ് താമസിക്കുന്നത് അല്ലേ? അതെ 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 അതെ. നല്ല അയൽക്കാരനല്ല മമ്മൂട്ടി എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ലല്ല, നല്ല അയൽക്കാരനൊന്നുമല്ല. കാരണം ജനങ്ങളായിട്ടൊന്നും വലിയൊന്നും ഉള്ള ആളല്ല. അവിടെ റെസിഡൻസ് അസോസിയേഷനിൽ വന്ന ഈ കക്കൂസ് മാലിന്യം ഇത് ചെയ്തു കംപ്ലീറ്റ് കയറി
എന്നിട്ട് ഞാൻ അതിന്റെ ഒരുപക്ഷെ ഈ മമ്മൂട്ടി അറിയാതെ സംഭവിച്ചതാണോ? കാരണം അതൊക്കെ മമ്മൂട്ടി അറിയാണ്ടല്ലോ. അവിടെ പുറമ്പോക്ക് തന്നെ കൈകേറി വലിയൊരു ഏരിയയിലല്ലേ വീട് വെച്ചേക്കണം. പുറമ്പോക്ക് കൈകേറി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നല്ലേ, പത്രത്തിൽ വരെ വന്നതല്ലേ. എന്നിട്ടല്ലേ വലിയൊരു വീടൊക്കെ വെച്ചേക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് പുള്ളിക്ക്. നമ്മൾ സാധാരണക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ ഇത്ര സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന പറഞ്ഞാല് വളരെ മോശമാണത്. മമ്മൂട്ടി പുറമ്പോക്ക് കൈകേറുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. പിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ വീട് വെച്ച് അവിടെ പുഴയുടെ സൈഡാണ് എടുത്തേക്കണതൊക്കെ. അതെ. പിന്നെ അപ്പൊ നമ്മള് ഇങ്ങനെ പൊക്കി പിടിക്കും, പക്ഷെ ഇതിനകത്തൊക്കെ അവരുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങള് ഞാൻ പറഞ്ഞ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോ ഇല്ലെങ്കിൽ 10 ആളെ ഒന്നിച്ചൊക്കെ കാണുമ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളായിട്ടുള്ളത്. അല്ലാതെ വന്നു കഴിഞ്ഞാല് പുച്ഛമാണ് ജനങ്ങളെ. കാരണം ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു പെരുമാറുന്ന വേറെ നടനുണ്ടാവൂല വ്യക്തി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഏതായാലും അത് മമ്മൂട്ടിയുടെ അയൽക്കാർക്ക് അദ്ദേഹത്തെ പറ്റി. പക്ഷെ മമ്മൂട്ടി, ഞാൻ അറിയുന്ന ഒരു മമ്മൂട്ടി ഒരുപാട് ആളുകളെ ആരോഗ്യ പ്രശ്നമൊക്കെ വരുമ്പോൾ സഹായിക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെയാണ് നമ്മൾ കാണുന്നതും ചെയ്യുന്നത്. കാരണം നമ്മൾ ആരും ചെറുതായിട്ട് കാണാനില്ല, എല്ലാം വലുതായിട്ടും എല്ലാം നല്ല രീതിയിലേക്ക് കാണണം. പക്ഷെ അവരുടെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് അടുക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെയാണ് ആ വിഷയങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് അത് നാട്ടില്, അതായത് നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോ അറിയാൻ പറ്റും. ഇത്രയും ഒരു അസോസിയേഷനിൽ വിഷയം ഉണ്ടാകുമ്പോ അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സർക്കാരിന് വേണ്ടിയൊക്കെ മറ്റേ കേരളം മുക്തമാക്കാൻ അതിനൊക്കെ ഇറങ്ങി നടക്കും. മാലിന്യ മുക്തമാണ് കേരളം എന്നൊക്കെ പണ്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് കാണിക്കുന്നത് ഇത് തന്നെയാണ്, ഇതുപോലത്തെ പരിപാടികളാ. ശരി, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ജോസഫ് വർഗീസ് പറയുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് കുറച്ച് അകലം വെക്കുന്നത് വെച്ചാൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നല്ലത് എന്ന അർത്ഥത്തിലായിരിക്കും പറയുന്നതെന്നാണ് ജോസഫ് വർഗീസിൻ്റെ പറയില്ല. അപ്പോൾ പക്ഷേ FS ഇൻ്റർനാഷണൽ എന്നോട് പറയുന്നത് അഹങ്കാരമാണെന്ന് പറയുന്നു. വെറുതെ മമ്മൂട്ടിയെ വെച്ച് CPM മുതലെടുക്കുന്നത് എന്തിനാണെന്ന് സുരേന്ദ്രൻ നായർ എന്നോട് ചോദിക്കുന്നു. ഇതൊരു ഉൾപാർട്ടി പ്രശ്നമാണ്, സഖാവ് മമ്മൂട്ടി അത് പറഞ്ഞു തീർത്തു എന്ന് കേൾക്കുന്നു ഗ്ലാഡിയേറ്റർ പറയുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്തു എന്നത് ശരിയാണ് ഗ്ലാഡിയേറ്റർ. അത് കഴിഞ്ഞ് റഫീഖ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ബാധിതർക്കായി ഒരിക്കൽ ടൗൺഷിപ്പിലെത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നു. ഒപ്പം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് മമ്മൂട്ടിയെ നേരിൽ വിളിച്ചു, കാര്യങ്ങൾ വ്യക്തമാക്കി. ടൗൺഷിപ്പ് സന്ദർശനത്തിന് മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ ആണ്, അത് അപമാനമെന്ന നിലയിൽ ചില മാധ്യമങ്ങളും ചില വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചു. ഈ വിഷയമെന്ന നിലയിൽ വഷളായി. വിഷയം വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരോടെല്ലാം അവരുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവീയതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തെ മുഴുവൻ മാതൃകയാവുന്ന ഈ ഇടപെടലിൻ്റെ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് റഫീഖ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നല്ല വാക്കുകളാണ് കേട്ടോ. ഓക്കെ, റഫീഖിന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. യുദ്ധമൊക്കെ അൻസിഫ് ഫിഷ് എന്നോട് പറയുന്നത് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് മോഹൻലാൽ പിണറായിയുടെ അഭിമുഖം വളരെ വിനീതമായി ഇടപെട്ടത് എന്ന് പറയുന്നു. ഈ ടൗൺഷിപ്പ് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു, 2-3 കമ്പനികൾ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയോ വീടുകൾ പണിതീർത്ത് ജനങ്ങൾക്ക് കൈമാറാമായിരുന്നു എന്ന് പറയുന്നു. സെബാസ്റ്റ്യൻ CA പറയുന്നത് സംഘി കൊങ്ങികൾക്കൊക്കെ ക്രെഡിറ്റ് എടുക്കേണ്ട സെലിബ്രിറ്റി സെൻസിറ്റിവിറ്റി വേണം എന്ന് പറയുന്നു. എത്രയോ മനുഷ്യർ സമൂഹത്തിൽ അപമാനിച്ചിട്ടുണ്ട് പിണറായി എന്ന് ആൻസിഫ് ഫിഷ് എന്നോട് പറയുന്നു. TK-ക്കൊപ്പമാണെന്ന് പറയുന്നു. അയൽക്കാരൻ പറയുന്നത് കേൾക്കൂ, നന്നായി, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മൊൻസ KK എന്നോട് പറയുന്നു. മുരളീധരൻ നായർ, രാജശേഖരൻ, മാസ്റ്റർ മുഹമ്മദ് ഒരു സെലിബ്രിറ്റി വന്നാൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നത്തിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒന്നിച്ചു പോകുന്നു, അത് പോയില്ലെങ്കിലാണ് പറയേണ്ടതെന്ന് പറയുന്നു. ഗോപകുമാർ പറയുന്നതാണ് പോയിന്റ് എന്ന് വേണുഗോപാൽ പറയുന്നുണ്ട്. അങ്ങനെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റിതോഷ് തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. റിതോഷേ കേൾക്കാമോ? ഓക്കെ, വിജയൻ കൊല്ലം. ശ്രീ വിജയൻ, ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ വിജയൻ. നമുക്ക് ഈ മമ്മൂട്ടി നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നടനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു ഔചിത്യമുണ്ട്. കാരണം പുള്ളിക്ക് ചിലപ്പം പറയാതിരിക്കാൻ പുള്ളി ഒരു ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിനല്ല വന്നത്. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ പുള്ളിക്കുണ്ട്. ഏതായാലും പക്ഷേ CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ മമ്മൂട്ടി പറയുന്നുണ്ട്. റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിൽ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു. ഇത്ര വിവാദമാകില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇപ്പൊ അപ്സെറ്റ് ചെയ്യുന്നു. പക്ഷേ പുള്ളി ആ സമയത്ത് ചെയ്തത് ആ പ്രദേശത്ത് ആ പുള്ളി റിവിക് സഭ മാറി നിന്നതൊക്കെ പ്രകാരം കേരളത്തിലെ ഒരു മനസാക്ഷിയെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് കാണുന്നത്. മമ്മൂട്ടിക്ക് പക്ഷെ അന്നേരത്തെ അദ്ദേഹത്തിന്റെ സംഭവം ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ള ഉദ്ദേശം മാത്രം കാണത്തുള്ളൂ. പക്ഷെ പൊതുസമൂഹം അങ്ങനെയല്ല കാണുന്നത്. അദ്ദേഹം അത്ര ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൊണ്ട് മാറിയിരിക്കാനൊക്കെ പറയുമ്പം
ശരി, അപ്പോൾ അപ്പോൾ വ്യക്തമാണ് അദ്ദേഹം താങ്കളുടെ പ്രകടിപ്പിച്ചു. അഭിപ്രായം. ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, സ്വകാര്യ സന്ദർശനത്തിനാണ് മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു.